പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മൾ മംഗളവാർത്താ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈശോയുടെ ജനനത്തിന് വേണ്ടി നമ്മൾ അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പം ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നത് സ്നാപയോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ്. സ്നാപയോഹന്നാന്റെ മാതാപിതാക്കളായിട്ടുള്ള എലിസബത്തും സഖറിയായും അവരെക്കുറിച്ച് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ആ വചനത്തിലേക്ക് മാത്രം നമുക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. ലൂക്ക 1:6-7 വചനങ്ങളാണ്. അവർ ദൈവത്തിന്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്നിയായിരുന്നു. ദൈവത്തിന്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും നീതി മാത്രം പ്രവർത്തിച്ച, നന്മ മാത്രം പ്രവർത്തിച്ച എല്ലാവരും നല്ലവരെന്ന് പറയുന്ന ഒരു ദമ്പതികളായിരുന്നു നമ്മുടെ എലിസബത്തും സഖറിയായും. തൊട്ടടുത്ത സെന്റൻസിൽ പറയുന്ന ഇതാണ്: എലിസബത്ത് വന്നിയായിരുന്നു, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. നമ്മളും പലപ്പോഴും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഞാൻ എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ നേർച്ചയിടുന്നുണ്ട്, എന്റെ മക്കളെയൊക്കെ നന്നായിട്ട് വളർത്തിക്കൊണ്ടിരുന്നുണ്ട്. പക്ഷെ എന്റെ ഈ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്? എന്റെ ഈ കണ്ണീരെന്തേ ദൈവം കാണാത്തത്? എന്റെ യാചനകൾക്ക് മാത്രം എന്റെ ദൈവം ഉത്തരം കൊടുക്കാത്തത്, ഉത്തരം നൽകാത്തത്? നമ്മുടെ എല്ലാവരുടെയും പരാതിയാണിത്. പ്രത്യേകിച്ച് അച്ഛന്മാരും സിസ്റ്റർമാരൊക്കെ പ്രത്യേകം ചിന്തിക്കുന്നുണ്ടാവും. ഞങ്ങൾ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് കൊണ്ട് ഒഴിഞ്ഞു വെച്ചവരാണ്, എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഈശോ കേൾക്കാത്തത്? നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയം തന്നെയാണിത്. വിശുദ്ധ അഗസ്തീനോസ് തന്നെ കുറിച്ചും തന്റെ അമ്മയെക്കുറിച്ചും ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. സഭാപിതാവായിട്ടുള്ള വിശുദ്ധ അഗസ്തീനോസ് അദ്ദേഹം ഇങ്ങനെ പറയാണ്: എന്റെ അമ്മ എന്റെ മാനസാന്തരത്തിന് വേണ്ടി 40 വർഷം പ്രാർത്ഥിച്ചു. എന്റെ അമ്മ എന്റെ മാനസാന്തരത്തിന് വേണ്ടി 40 വർഷം പ്രാർത്ഥിച്ചു. നിങ്ങൾ കരുതുന്നുണ്ടോ 40ാമത്തെ വർഷമാണ് ദൈവം എന്റെ അമ്മയുടെ നിലവിളി കേട്ടതെന്ന്? അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരിക്കലുമല്ല. എന്റെ അമ്മയുടെ ആദ്യത്തെ പ്രാർത്ഥന, മകനായ അഗസ്റ്റിന് വേണ്ടിയുള്ള അമ്മയുടെ ആദ്യത്തെ പ്രാർത്ഥന തന്നെ ആ ദൈവം കേട്ടിരുന്നു. പക്ഷെ ദൈവം അതിന് വേണ്ട ഉത്തരം നൽകിയത് 40 വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം ദൈവത്തിന്റെ സമയം അതായിരുന്നു. അമ്മയുടെ ആദ്യത്തെ പ്രാർത്ഥന കേട്ട് അഗസ്ത്യൻ എന്ന മകൻ മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് സഭയ്ക്ക് ഒരൊറ്റ വിശുദ്ധനെ ഉണ്ടാവുമായിരുന്നുള്ളൂ, വിശുദ്ധ അഗസ്ത്യൻ. പക്ഷെ 40 വർഷത്തിന് ശേഷം അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയപ്പം നമുക്കിന്ന് 2 വിശുദ്ധരുണ്ട്. അത് വിശുദ്ധ അഗസ്ത്യനും രണ്ടാമത്തെ വിശുദ്ധ മോനിക്കയാണ്. അതെ, തന്റെ മകന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെ ദൈവം ആ അമ്മയെ ഒരു വിശുദ്ധയായിട്ട് രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സഖറിയ തിരുസാന്നിധ്യത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സഖറിയയോട് പറയുന്ന ഇതാണ്: സഖറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. സഖറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. സഖറിയ പ്രാർത്ഥിച്ചിട്ട് 40 വർഷം അങ്ങനെ ആയി കാണും. ദൂതൻ പറയാണ് നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നെന്ന്. സഖറിയ ഈ പ്രാർത്ഥനയെ കുറിച്ച് വിട്ടുകളഞ്ഞിട്ടുണ്ട്, ഈ പ്രാർത്ഥന മറന്നേ പോയിട്ടുണ്ടാവും. കല്യാണം കഴിഞ്ഞ് ഒരു 10 വർഷം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ഏറിപ്പോയി ഒരു 20 വർഷം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പക്ഷെ 90ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ അതെല്ലാം വിട്ടുകളഞ്ഞിരിക്കും. പക്ഷെ അപ്പം മാലാഖ പ്രത്യക്ഷപ്പെട്ടവനോട് പറയാണ്: സഖറിയ, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നീ അന്ന് ദൈവസന്നിധിയിൽ യാചിച്ച പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിനക്കൊരു പുത്രൻ ലഭിക്കും. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നില്ല എന്ന് ധരിക്കരുത്. ദൈവസന്നിധിയിൽ നമ്മൾ ഉയർത്തുന്ന ഏറ്റവും ചെറിയ പ്രാർത്ഥന പോലും തിരുസന്നിധിയിൽ എത്തുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്, ദൈവം കേൾക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ പദ്ധതികളും ദൈവത്തിന്റെ പ്ലാനുകളും നമ്മളതിനേക്കാൾ വലുതാണ്. നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, ദൈവം ഇങ്ങനെയാണ് കാണുന്നത്. അതെ, ഗോഡ് ഹാസ് ദ ബിഗർ പിക്ചർ. ദൈവത്തിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശാലമായ കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ കുഞ്ഞു ബുദ്ധിയിൽ ശരിയായെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ദൈവത്തിന്റെ വലിയ കാഴ്ചപ്പാടിൽ, ദൈവത്തിന്റെ വലിയ ചിന്തയിൽ, അവിടുത്തെ വലിയ പദ്ധതിയിൽ ശരിയാകണമെന്നില്ല. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ആ ഒരു വചനം നമുക്ക് ഓർക്കാം: എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമ്മുടെ ഒരു പ്രാർത്ഥനകളും
ദൈവം മറുപടി നൽകാതിരിക്കുന്നില്ല. നമ്മുടെ ഒരു പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ എത്താതിരിക്കുന്നില്ല. നമുക്ക് കുറച്ച് വിശ്വസിക്കാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ, അവിടത്തേക്ക് നമ്മളെക്കുറിച്ചുള്ള പ്ലാനിൽ. ഈ ഒരു വിശ്വാസത്തിൽ വളരാനായുള്ള കൃപയ്ക്കായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് കാറസൂസ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം.